ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കൊളോസ്സോസ് ലേഖനത്തിൻ്റെ പഠനം എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിരന്തരമായി കേൾക്കുന്ന സാക്ഷ്യങ്ങൾ. ഒരുപക്ഷെ എപ്പിസോഡുകൾ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ വ്യത്യാസപ്പെടും. അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഇതാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണല്ലോ കേൾക്കുന്നത്. ആ വചനത്തിന് നമ്മളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമല്ലോ. ഞാൻ ദീർഘദൂര യാത്രകൾക്കൊക്കെ പോകുമ്പോൾ 2-3 പ്രാവശ്യത്തേക്കുള്ള എപ്പിസോഡുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പോകുന്നത്. എന്നാലും നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം എത്രത്തോളം ചൈതന്യത്തോടെ വ്യാപിക്കുന്നു എന്നുള്ളത് കേൾക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സന്തോഷം. നോക്കൂ, ഇത് കൊളോസ്സോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനമാണ്. കൊളോസ്സോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ പഠനം തുടങ്ങുമ്പോൾ ഓർക്കണം, ഈ പാരഗ്രാഫ് ആരംഭിക്കുന്നത് ഇവിടെ അല്ല. 2-ാം അധ്യായം 20 ആരംഭിച്ചതാണ് 3-ാം അധ്യായം 4-ാം വാക്യം വരെ തുടരുന്നത്. 2:20 മുതൽ 3:4 വരെ ക്രിസ്തുവിലുള്ള ജീവിതം എന്നുള്ള തലക്കെട്ടിലാണ് വിശദീകരിക്കുന്നതെന്ന് മറക്കരുത്. അപ്പോൾ ആദ്യമേ സംസാരിച്ച് അവസാനിപ്പിച്ച വിഷയങ്ങളിൽ നിന്ന് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ഷിഫ്റ്റ് പോലെ കയറി ഇങ്ങനെ പ്രവേശിക്കുന്ന പോലെ നമുക്ക് കാണാം. എന്താ 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കട്ടെ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവേൻ. ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഉയർപ്പിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ നമ്മളീ പലരും വിശ്വസിക്കുന്ന ഉയർപ്പ് ഭാവികാലമാണ്. പക്ഷേ കൊളോസ്സോസ് ലേഖനത്തിൽ ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു ഉയർപ്പിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, അപ്പോൾ ക്രിസ്തു ഉയർത്തപ്പോൾ ക്രിസ്തുവിനോടൊപ്പം നാം ഉയർത്തും. ഈ പ്രമേയം എത്ര സമയമെടുക്കും മനസ്സിലാക്കാൻ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് വീണ്ടും ഞാൻ 1-2 പ്രാവശ്യം പറയാം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, അപ്പോൾ അവിടുത്തെ ചിന്ത ഇതാണ്, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു. എപ്പോഴാണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെ? മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റു. ആ ഈശോയോടൊപ്പം നാം ഉയർത്തെഴുന്നേറ്റു, നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അവിടെയാണ് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുന്നത്. ഇതിനോട് ചേർന്ന് വായിക്കേണ്ട ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നോക്കൂ, എഫെസോസ് ലേഖനമാണ്. എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനമാണ്. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായ നമ്മെ അന്ന് ഈ ലോകത്തിൻ്റെ ഗതിയെ പിന്തുടർന്ന് അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ച് നടക്കുകയായിരുന്നു. അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ഈ കാലത്ത് നിങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നിങ്ങളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന കോപത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ എന്ത് ചെയ്തു എന്ന് നോക്കൂ, 4-ാമത്തെ വചനം. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. തീർന്നില്ലേ? ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. എന്നിട്ട് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. 6-ാമത്തെ വാക്യം എഫെസോസ് 2:6 ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ ഉയർപ്പാണ്. ക്രിസ്തുവിനോടുകൂടെ നമ്മെയും ഉയർപ്പിച്ചു. ഞാൻ യേശുക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അയ്യോ, എത്ര ബുദ്ധിമുട്ടുള്ള ഒരു സത്യമാണെന്നറിയോ വിശ്വസിക്കാൻ. നമ്മളെല്ലാവരും ഇനിയൊരു ഉയർപ്പ് നടക്കും എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ്, നമ്മൾ മരിച്ചവരാണെങ്കിൽ നമ്മൾക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. ജീവിച്ചിരിക്കുന്ന നമ്മളാണെങ്കിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകും. ട്രാൻസ്ഫോർമേഷനോ റിസറക്ഷനോ നമുക്ക് സംഭവിക്കും. അങ്ങനെ നാം ഈശോയോട് കൂടെ ആയിരിക്കും. ഇത് ഭാവികാലമായ ഒരു പ്രത്യാശയാണ്. ഭാവികാല
ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ്. എന്നാൽ ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു കാര്യം നമ്മെ എഫെസോസ് 2 കൊളോസോസ് 3 ഒറ്റ വിശദീകരണം പോലെ വിശദീകരിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, ഇതാണ് കൊളോസോസ് 3:1. എന്നാൽ എഫെസോസ് 2:6 നോക്കിയേ, യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. നോക്കിയ ഓരോ ഘട്ടത്തിലും അത് ഭൂതകാലത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. നോക്കിയ ആ വാക്യത്തിന് ക്രിസ്തുവിനോടുകൂടെ, അപ്പോൾ ക്രിസ്തു മരിച്ചത് ഭൂതകാലത്തിലാണ്. നമ്മെ ഉയർപ്പിച്ചത് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. ചെയ്യുമെന്നല്ല, ചെയ്തു എന്നാണ്. ഉയർപ്പിച്ചു എന്നാണ്. ക്രിസ്തുവിനോടുകൂടെ എന്നാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതോടുകൂടെ നമുക്ക് സംഭവിച്ചു എന്നാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് നമ്മളിതുവരെ കേൾക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പഠിക്കാതെ പോയത്? ഇതൊരു വലിയ സത്യമല്ലേ? ഇത് പഠിക്കാൻ സമയം എടുക്കണ്ടേ? ഇതല്ലേ വലിയ സത്യം? ഇതല്ലേ നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട സത്യം? ക്രിസ്തുവിനോടുകൂടെ ഞാൻ ഉയർപ്പിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിനോടുകൂടെ എന്നെ ഉയർപ്പിച്ചിരിക്കുന്നു. പുനരുത്ഥാനം ചെയ്തവനാണ് ക്രിസ്തുവിനോടൊപ്പം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പരിശുദ്ധമായ കുദാശയായ മാമോദീസ, ജ്ഞാനസ്നാനം ഏറ്റവും അമൂല്യമായ ഒന്നായി മാറുന്നത്. ഒരു ജ്ഞാനസ്നാനത്തിൽ തന്നെ ഈ രഹസ്യം നമ്മളിലേക്ക് സഭ പരികർമ്മം ചെയ്തു തരികയാണ്. ജ്ഞാനസ്നാനത്തിൽ എന്താണ്? കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മിസ്റ്റൂറിയോൺ അല്ലെങ്കിൽ രഹസ്യം എന്നാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുക, എന്താണ് ഈ മാമോദീസയ്ക്കകത്ത് ഇത്ര രഹസ്യമുള്ളത്? അവിടെ സ്നാപകൻ പരസ്യമായിട്ട് നിൽക്കുന്നു, സ്ഥാനാർത്ഥി പരസ്യമായിട്ട് നിൽക്കുന്നു, സ്നാനത്തൊട്ടി പരസ്യമാണ്, അത് ഉൾപ്പെട്ടിരിക്കുന്ന പള്ളി പരസ്യമാണ്, അവിടെ വന്നിരിക്കുന്ന എല്ലാവരും പരസ്യമാണ്, അവിടുത്തെ കൊയർ പരസ്യമാണ്, അവിടുത്തെ അൽത്താര പരസ്യമാണ്, എല്ലാം പരസ്യം. പിന്നെ എന്താണ് ഈ മാമോദീസയ്ക്കകത്ത് ഇങ്ങനെ ഇവർ രഹസ്യമുണ്ടെന്ന് പറയുന്നു? മിസ്റ്റൂറിയോണാണ് രഹസ്യം. ഇത് വലിയ രഹസ്യം. അത് കുർബാനയിൽ രഹസ്യമുണ്ട്, കുംഭസാരത്തിൽ രഹസ്യമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വരുന്നു, ഏതാണ് മാമോദീസയിൽ രഹസ്യമുണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്തെ രഹസ്യം? ഇതിനകത്തെ രഹസ്യം ഇതാണ്. മാമോദീസയിലെ കുർബാനയിൽ രഹസ്യം എന്താണ്? അവിടെ കാണുന്ന എല്ലാം പരസ്യമായിട്ടാണ്. അപ്പം പരസ്യമാണ്, അച്ഛൻ പരസ്യമാണ്, എടുത്തുയർത്തുന്ന കൈ പരസ്യമാണ്, എല്ലാം പരസ്യമാണ്. പക്ഷേ അവിടുത്തെ രഹസ്യം എന്താണ്? ഈ അപ്പം ഈശോയുടെ ശരീരമായി മാറുന്നു. അതാണ് അവിടുത്തെ രഹസ്യം. മാമോദീസയിൽ രഹസ്യം എന്താണ്? മാമോദീസയിൽ നാം ഈശോയോടൊപ്പം ക്രൂശിതരാകുന്നു, നാം ഈശോയോടൊപ്പം മരിക്കുന്നു, ഈശോയോടൊപ്പം സംസ്കരിക്കപ്പെടുന്നു, ഈശോയോടൊപ്പം പുനരുദ്ധാനം ചെയ്യപ്പെടുന്നു, ഈശോയോടൊപ്പം സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നു. ഈ 5 രഹസ്യമാണ് മാമോദീസയിൽ രഹസ്യം. അതിലൊരു രഹസ്യമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. എന്താ? ക്രിസ്തുവിനോടൊപ്പം നാം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ സാധ്യത? ഇതിൻ്റെ പോസിബിലിറ്റി ഞാൻ പറയാം. ഉദ്ധിതനായ ക്രിസ്തുവിനെ ഒരു ശക്തിക്കും പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നീയും പുനരുദ്ധാനത്തിൻ്റെ ജീവനിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഉദ്ധിതനായ ക്രിസ്തു സകല പൈശാചിക അടിമത്തങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഉദ്ധിതനായത്. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, പാതാളം അവനെ ഒതുക്കി വെക്കാൻ പറ്റിയില്ല, കല്ലറയ്ക്ക് അവനെ കെട്ടിവെക്കാൻ കഴിഞ്ഞില്ല. മരണം, പാതാളം, കല്ലറ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എല്ലാവരും മരിച്ചിട്ടുണ്ട്, സകല മഹാന്മാരും മരിച്ചിട്ടുണ്ട്. പക്ഷെ മരിച്ചവരെ ഉലക മഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. അങ്ങനെയാ പാടുന്നത്. ഉലക മഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം. കണ്ടോ? നമ്മുടെ ഉന്നതനായ ഈശോ മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ സ്തുതിഗീതം ജയഗീതം പാടിടുവീൻ. കണ്ടോ? വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, വരുന്നിതാ ജയരാജൻ.
നിങ്ങൾ ഉയർന്നിരിപ്പീൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. കേട്ടോ, അവിടെ പറയുകയാണ്, ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. എന്നാൽ നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉന്നതനായിട്ട് ഉയരത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഉയർപ്പായിരുന്നു എങ്കിൽ അതേ ഉയർപ്പ് എനിക്ക് നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലായിട്ട് ഈ ശരീരത്തിന് ഉയർപ്പ് സംഭവിച്ചു എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വലിയൊരു ആത്മീയ അർത്ഥമാണുള്ളത്. ഉദ്ധിതനായ ക്രിസ്തുവിനെ പോലെ പൈശാചിക ശക്തികളുടെ മേൽ, നരകത്തിൻ്റെ മേൽ, പാതാളത്തിൻ്റെ മേൽ, കല്ലറയുടെ മേൽ എല്ലാ ആധിപത്യങ്ങളും പരിശ്രമിച്ചിട്ടും അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അതുപോലെയാണ് ഉദ്ധിതനായവനോടൊപ്പം ഉയർത്തപ്പെട്ട, ഉദ്ധരിക്കപ്പെട്ട, ഉദ്ധിതനായ നീയും. അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. നമുക്ക് ഈ 2 വചനം കൊണ്ടൊന്ന് ചേർത്ത് വെച്ച് നോക്കി. എത്ര വചനം? 8 വചനങ്ങൾ ഈ ഭാഗത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. 2 എണ്ണമെങ്കിൽ ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റണം. ഏതൊക്കെയാണ്? കൊളോസ്സസ് 3:1 നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ. പിന്നെ ഏതാണ്? എഫെസോസ് 2:6. എഫെസോസ് 2:6 എന്നാ ക്ലാരിറ്റിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ, നോക്കിയ, ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം ഇരുത്തുകയും ചെയ്തു. ഫ്യൂച്ചറിസ്റ്റിക് പ്രോമിസ് അല്ലത്. ഫ്യൂച്ചറിസ്റ്റിക് പ്രോമിസ് ആയിട്ട് ഭാവികാല വാഗ്ദാനമായിട്ട് യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ സഭയുടെ വിശ്വാസം തന്നെയാണ്. പക്ഷേ ഭാവികാലം വിശ്വസിക്കുന്നതിന് മുമ്പ് ഭൂതകാലം വിശ്വസിക്കണം. എന്താണ് നമുക്ക് സംഭവിച്ചത്? 2024 വർഷം മുമ്പ് ഈശോ ക്രൂശിൽ മരിച്ചപ്പോൾ മരിച്ച് അടക്കപ്പെട്ട് ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം എനിക്ക് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ആ സംഭവിച്ച കാര്യം നഗ്നമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെളിപ്പെടുത്തി പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുകയാണ്, അവനോടൊപ്പം നീയും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉദ്ധിതനായവനോടൊപ്പം ഞാനും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ സത്യത്തെ നമ്മൾ വിശ്വസിക്കുകയും ഇത് നമ്മൾ വായ് കൊണ്ട് അധരം കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യാതെ ഇതിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപിക്കത്തില്ല. ഇത് മരണകരമായ സകല സ്വാധീനങ്ങളെയും അതിജീവിക്കുന്ന ശക്തിയാണ്. എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും അതിജീവിക്കുന്ന ശക്തിയാണ്. ഈ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്കായിട്ട് തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഏറ്റെടുക്കാൻ നമുക്ക് പറ്റുമോ? അതാ ഈ വചനം നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിനോട്, ഞാൻ ഇനി ആ കൊളോസ്സസ് ലേഖനത്തിൻ്റെ പ്രയോഗം വായിക്കാം. കൊളോസ്സസ് ലേഖനം 3:1 ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ. അപ്പോൾ ആദ്യ ബോധ്യം ഈ കാര്യത്തിൽ, ഫസ്റ്റ് കൺവിക്ഷൻ വി നീഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട്, ഐ ആം റിസൺ വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ടാണ് രണ്ടാമത്തെ സത്യത്തിലേക്ക് വരേണ്ടത്. ഇനി പറയുകയാണ്, സെറ്റ് യുവർ തോട്ട്, നിങ്ങളുടെ ചിന്തകളെ, അതാണ് 2ാം ഭാവം പറയുന്നത്. നീ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടരായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന, ക്രിസ്തു ഉദ്ധിതനായിട്ട് എന്നാ ചെയ്തു? ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. എന്നിട്ട് പറയുക, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവീൻ, ഭൂമിയിലുള്ളവയെ അന്വേഷിക്കുവീൻ. അടുത്തെന്താണ്? ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവീൻ. അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടെയുള്ളത് അന്വേഷിക്കുകയും ഇവിടെ ഇരുത്തപ്പെട്ടതുകൊണ്ട് ഇവിടെയുള്ളത് അന്വേഷിക്കുകയും. ഹല്ലേലൂയ. എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഓർമ്മയുണ്ടല്ലോ. 2ാം അധ്യായത്തിൽ നിന്ന് കണക്ട് ചെയ്ത് വരണോ? അത് പ്രപഞ്ചത്തിലെ മൂലഭൂതങ്ങൾ, അവ ഭൂമിയിലുള്ളവയാണ്. അതിൻ്റെ പുറകെ പോവുകയാണ് മനുഷ്യൻ. വെള്ളത്തിൽ നിന്നുള്ള ദോഷം, ചന്ദ്രനിൽ നിന്നുള്ള ദോഷം, ഭൂമിയിൽ നിന്നുള്ള ദോഷം, ചന്ദ്രനിൽ നിന്നുള്ള ദോഷം. അങ്ങനെ കൊളോസ്സസ് ലേഖനം 2ാം അധ്യായം വിശദീകരിക്കുമ്പോൾ അവിടെ വിശദീകരിക്കുന്നവയെല്ലാം ദോഷങ്ങളെപ്പറ്റി, ഭൂമിയിൽ നിന്നുള്ള ദോഷങ്ങളെ പറ്റിയാണ്. എന്നിട്ട് 3ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തപ്പെട്ട് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും. അപ്പം മുകളിലേക്ക് കയറ്റപ്പെട്ടത് കൊണ്ട് ഇവിടെ ഉള്ളതിനെ അന്വേഷിക്കുക. താഴെ ജീവിക്കുന്നവർ താഴെ ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ,
മോളിൽ ജീവിക്കുന്നവർ മുകളിലുള്ളതിനെ കിട്ടിയല്ലേ. അതാണ് താഴെ ജീവിക്കുന്നവർ താഴെയുള്ളതിനെ പറ്റി ചിന്തിക്കട്ടെ. മുകളിൽ ഇരുത്തപ്പെട്ട ശേഷം താഴെ ജീവിക്കുന്നവർ താഴെയുള്ളതിനെ പറ്റി ചിന്തിക്കട്ടെ. മുകളിലുള്ളതിനെ പറ്റി ചിന്തിക്കട്ടെ. ഇവിടെയാണ് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് വരേണ്ടത്. നമ്മുടെ ചിന്തകൾ മുഴുവൻ ഉന്നതത്തിലുള്ളവയെ പറ്റിയാണ്. കാരണം ഉന്നതത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അതായത് ഇനി ഒരു ചിന്ത പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ചിന്തയെ ഉന്നതത്തിൽ എത്തിക്കുവീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉന്നതത്തിൽ ഇരുത്തപ്പെട്ടതുകൊണ്ട് ഉന്നതത്തിലുള്ളത് ചിന്തിക്കുവിൻ, ഉന്നതത്തിലുള്ളത് അന്വേഷിക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചിന്തിച്ച് നിങ്ങൾ ഉയരത്തിലെത്താനല്ല, അത് പറ്റില്ല. അതാണ് ലോകം പറയുന്നത്. എഴുതി മേളിൽ കയറുക. നീ കൂലിക്കാരനായിട്ട് കയറി വേലക്കാരനായിട്ട് മാറി, പിന്നെ അവിടുന്ന് വേല ചെയ്യിക്കുന്നവനായി മാറി, പിന്നെ വേല കൊടുക്കുന്നവനായി മാറി, അവസാനം നീ ഒരു ഓണറാകുക. ഇതാണ് ലോകത്തിൻ്റെ തത്വം. തുപ്പുകാരനായിട്ട് കയറി, പിന്നെ ഓഫീസ് ക്ലർക്കായി മാറി, പിന്നെ ആ ഓഫീസിലെ അക്കൗണ്ടിൽ വന്ന്, പിന്നെ നീ അവിടെ ചിലപ്പോൾ മാനേജരായി, പിന്നെ നീ ആ കമ്പനിയുടെ ഓണറായി, അവസാനം നീ കമ്പനികളുടെ ഓണറായി. ഇതാണ് ലോകത്തിൽ ചെയ്തത്. ഈ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് അറിയാം? നിന്നെ അവിടുന്ന് കമ്പനികളുടെ ഓണറാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ഈ തരത്തിൽ നിൻ്റെ ചിന്ത ഓപ്പറേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഇത് രണ്ടും വ്യത്യാസമാണ്. ഒന്ന് ഞാൻ താഴേന്ന് കയറി വരുന്നു, രണ്ടെന്നെ മേളിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് ഇനി താഴെയുള്ളത് ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേതാ ഇവിടെ വചനം പറയുന്നത്? നിങ്ങളവിടെ ഇരുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടരായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. കണ്ടോ? ഉന്നതത്തിലുള്ളവയെ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. എന്നിട്ട് എടുത്തു പറയുക, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല. കണ്ടോ? അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് മനസ്സിലായോ? ഭൂമിയിലുള്ള വസ്തുക്കൾ എനിക്ക് ദോഷം ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ നിന്നാണ്. ചന്ദ്രദോഷം, അമാവാസ്യയുടെ ദോഷം, കുടിച്ചതിൻ്റെ ദോഷം, കഴിച്ചതിൻ്റെ ദോഷം, കണ്ടോ? തൊട്ടതിൻ്റെ ദോഷം, എടുത്തതിൻ്റെ ദോഷം, കണ്ണിൻ്റെ ദോഷം, ദിവസത്തിൻ്റെ ദോഷം, സാപത്തിൻ്റെ ദോഷം, ചന്ദ്രൻ്റെ ദോഷം, ഇങ്ങനെ ദോഷങ്ങളുള്ള വസ്തുക്കളല്ല, ഭൂമിയിലുള്ളവയല്ല. അതിനെ വിട്ടേരെ. നീ ഉയരത്തിൽ ഇരിക്കപ്പെട്ടിരിക്കുന്നവനാണ്. ഇനി നിൻ്റെ ചിന്ത ഇതിനകത്ത് സെറ്റ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവീൻ. അടുത്ത് നോക്കിയേ, ഭൂമിയിലുള്ള വസ്തുക്കളല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവീൻ. അത് ശ്രദ്ധിക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ യാഥാർത്ഥ്യം എന്താണ്? ആദ്യത്തെ യാഥാർത്ഥ്യം, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായിരിക്കുന്നു. അടുത്ത ചിന്ത എന്താ? ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായ ഞാൻ ഇനി എന്താണ്? എൻ്റെ ചിന്തയിലാണ് ഈ യാഥാർത്ഥ്യം കൊണ്ടുവരേണ്ടത്. ഒറ്റയടിക്ക് ഉദ്ധിതനായ പരിശുദ്ധ മാമോദീസയിലൂടെ എന്നിലേക്ക് ഈ കൃപ പരികർമ്മം ചെയ്തു വന്നു. ഏതാണ്? ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ഞാൻ ഉയർപ്പിക്കപ്പെട്ടു, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഇനി പക്ഷേ ഇതിലേക്ക് എനിക്കൊരു ജീവിതമുണ്ട്. മാമോദീസയിലൂടെ ഒറ്റയടിക്ക് പരികർമ്മം ചെയ്ത് എന്നിലേക്ക് വന്ന കൃപയിൽ എനിക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലാണ് എൻ്റെ ചിന്തകൾ ഈ എത്തിയിരിക്കുന്ന തലവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. എൻ്റെ പ്രവർത്തികൾ എന്നെ ഇരുത്തപ്പെട്ടിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്നത്. എൻ്റെ വാക്കുകൾ ഇരുത്തപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിന് ഉള്ളതാക്കി മാറ്റുന്നത്. അതൊരു ഡെയിലി പ്രോസസ്സാണ്. പക്ഷേ ഈ കാര്യം സംഭവിച്ചത് ഒറ്റയടിക്കാണ്. മറ്റേതൊരു തുടർമാനമായ പ്രക്രിയയാണ്. ആ പ്രക്രിയയിലേക്കാണ് ഈശോ നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്, മറ്റൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. കൊളോസോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കുന്നതോടൊപ്പം എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളെങ്കിലും ചേർത്ത് വായിക്കുക. അന്നേരം നിങ്ങൾക്ക് ഈ രഹസ്യം മനസ്സിലാകും. എന്നിട്ട് എന്നെ തന്നെ ഞാനിനി ഈ രീതിയിൽ കാണാൻ തുടങ്ങുക. എങ്ങനെ എന്നെ തന്നെ കണ്ടു തുടങ്ങേണ്ടത്? ക്രിസ്തുവിനോടൊപ്പം പുനരുദ്ധാനം ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനാണ് ഞാൻ. ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് എന്താണ്? എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ നോട്ടം, എൻ്റെ പ്രവൃത്തികളെല്ലാം ഇതിന് യോജിച്ചതായി മാറണം. അതിലേക്കാണ് ദൈവം നമ്മെ ഓരോ ദിവസവും കൂദാശ ജീവിതത്തിലൂടെ നടത്തി നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നാം ഒരു ക്രിസ്തുവായി തന്നെ മാറ്റപ്പെടുകയാണ്. ഇതാണ് വിശുദ്ധന്മാർക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ ശൈലി, ഇതാണ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജീവിത ശൈലി, ഇതാണ് സഭാത്മക ജീവിതം, ഇതാണ് കൂദാശ ജീവിതം. കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ, കോരിത്തരിച്ച് ഞെട്ടി നിൽക്കുന്ന തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ ഞങ്ങൾ കണ്ണാലെ കണ്ടുകൊണ്ടും ചെവിയാലെ കേട്ടുകൊണ്ടും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ഉറപ്പിക്കപ്പെടുവാൻ നമുക്കിടവരട്ടെ. ഈ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തി കിട്ടുക, 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 ശക്തി കിട്ടുക. ആ ആ ശിരസ്സുമായി ഗാഢബന്ധം ശിരസ്സുമായി ഗാഢബന്ധം പുലർത്താനാണ് എന്റെ തീരുമാനം. ശിരസ്സുമായി ഗാഢബന്ധം പുലർത്താനാണ് എന്റെ തീരുമാനം. പറഞ്ഞു ചെയ്തോ. ശിരസ്സുമായി ഗാഢബന്ധം പുലർത്താനാണ്. ഓ, ഇയാളുടെ ഇയാള് സൗഖ്യമാണ്. ഇയാൾക്ക് എന്നെ പറ്റിയതാ? ആക്സിഡന്റില് പെടലി ഒടിഞ്ഞു പോയതാ. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ വെച്ചാ സംഭവിക്കുന്നേ? എവിടാ നിങ്ങളുടെ വീട്? കട്ടപ്പന. ഓ, കട്ടപ്പനയിൽ നിന്ന് വരികയാണ് ഇവർ. വ്യാഴാഴ്ചത്തേക്ക് മാത്രം വന്നതാണോ അതോ ഇവിടെ ധ്യാനിക്കുകയാണ്? ഓ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് കൈയുടെ ആ സ്വാധീനം പോയേ? ഏത് വശം? ഇങ്ങോട്ട് വാ, ഇയാൾ പറയുന്നത് കേൾക്കത്തില്ല. ഏത് വശത്തിന്റെ ആ സ്വാധീനം പോയത്? ഇടത്തെ സൈഡ്. തിരിച്ച് നിന്റെ ഭർത്താവിന്റെ കൈ ഉയർത്തി അയാൾ നടന്ന് കട്ടപ്പനയ്ക്ക് ഇവിടുന്ന് പോകുന്നത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. ഉണ്ട്. അത് മാത്രം മതി. നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരുണ ഇന്ന് ഈ ഭവനത്തിൽ ഇറങ്ങട്ടെ, ഈ മകന്റെ മേൽ ഇറങ്ങട്ടെ. ഈശോ, 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 ഈശോ. അസ്ഥികളെ ജീവൻ പ്രാപിക്കുക, ഞരമ്പുകളെ ജീവൻ പ്രാപിക്കുക, അസ്ഥികളെ ജീവൻ പ്രാപിക്കുക, ഞരമ്പുകളെ ജീവൻ പ്രാപിക്കുക, അസ്ഥി നാടി ഞരമ്പുകളെ ജീവൻ പ്രാപിക്കുക. വിരലുകൾ ചലിക്കട്ടെ, വിരലുകൾ ചലിക്കട്ടെ, വിരലുകൾ ചലിക്കട്ടെ, വിരലുകൾ ചലിക്കട്ടെ, വിരലുകൾ ചലിക്കട്ടെ, വിരലുകൾ ചലിക്കട്ടെ. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല നാഥ. അവിടുന്ന് തുടരണമേ നിന്റെ മകനെ. ശക്തി കിട്ടുക, 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 ശക്തി കിട്ടുക. ആ ശക്തി കിട്ടുക, ശക്തി കിട്ടുക, നിനക്ക് ശക്തി കിട്ടുക. ആ ശക്തി. കൈയടിച്ച് സ്തുതിച്ചോ. ഒരു തീരുമാനം കേട്ടോ, ഒരു തീരുമാനം, ഒറ്റ തീരുമാനം, ഒരു ഭയങ്കര തീരുമാനം എന്ന് എടുക്കണം കേട്ടോ. നിന്നെ ഇന്ന് വരെ നശിപ്പിച്ചത് മദ്യപാനമാണ്. എനിക്ക് അങ്ങനെയാ പ്രാർത്ഥിക്കും മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്നോട് ഇങ്ങനെ പറയുന്നതിൽ ഖേദിക്കരുത്, എന്നോട് ഇങ്ങനെ പറയുന്നതിൽ പരിഭവിക്കരുത്. പക്ഷേ ഈ വലിയ അനർത്ഥത്തെക്കാളും നിന്നെ നശിപ്പിച്ചത് നിന്നെ പിന്തുടർന്ന് പിടിച്ചിരിക്കുന്ന മദ്യാസക്തിയാണ്. അതിനകത്തുനിന്ന് ഇന്ന് കർത്താവ് നിനക്ക് മോചനം തരിക. ആ മദ്യപാനത്തിന്റെ ദുരാത്മാവാണ് ഇവിടെ വീണ് അഴിഞ്ഞു പോയത്. അത് നിന്റെ മേൽ നിന്ന് ഒഴിഞ്ഞു പോയി. ശക്തി, ശക്തി സ്വീകരിച്ചോ, ശക്തി സ്വീകരിച്ചോ, ശക്തി സ്വീകരിച്ചോ. കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ. ഉയരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ കൂട്ട. എന്നൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തു, എന്നൊക്കെ ചെയ്തു. ഒരുമിച്ച് എഴുന്നേറ്റ് നീ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ മകളുടെ കണ്ണീര് തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഷിജു അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലാം. അച്ഛൻ ഒരു ബ്ലെസ്സിങ് തരും, ഒരു പൗരോഹിത്യ ആശീർവാദം. ഞാൻ ഇന്ന് കൈവച്ച് പ്രാർത്ഥിച്ചവരെല്ലാം അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചല്ലേ, അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലേ. ഒരു പൗരോഹിത്യ ആശീർവാദം വേഗം സ്വീകരിച്ചു. അത് നിങ്ങളിൽ ബലമായി, കൃപയായി, ശക്തിയായിട്ട് വ്യാപിക്കും. അത് പൂർണ്ണ അഭിഷേകത്തിലേക്കും ശക്തിയിലേക്കും നിങ്ങളെ നയിക്കും. ഈശോയാണ് ചെയ്യുന്നത്. കൈയടിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇയാൾക്കും സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുക, അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് പ്രത്യേകിച്ച് ഈ കൊളോസ്സോസ് ലേഖനം 3-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിലെയും എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിലെയും ക്രിസ്തുവിനോടൊപ്പം 2024 വർഷം മുമ്പ്
ഞാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഉദ്ധിതനായിരിക്കുന്നു എന്ന രഹസ്യം ഇന്ന് പരിശുദ്ധ മാമോദീസയിലൂടെ ഞങ്ങൾ ഈ പരികർമ്മം ചെയ്തു വന്നത് ദൈവമേ കണ്ണു തുറന്നൊന്ന് കാണാനും അതിൽ ജീവിക്കാനുമുള്ളൊരു കൃപ ഈ മക്കൾക്ക് എല്ലാവർക്കും, ഞാനടങ്ങുന്ന സമൂഹം എല്ലാവർക്കും പകരപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല വിശുദ്ധരും ജീവിച്ച ജീവിതശൈലി ഇതാണല്ലോ. ഈ ജീവിതശൈലിയിലേക്ക് എത്തുനോക്കാൻ പോലും കഴിയാത്തവരായിരുന്നു ഞങ്ങൾ. എന്നാൽ കർത്താവ് ഞങ്ങളെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന ആ ഉറപ്പിൽ നിന്ന് ഇന്നത് തുടങ്ങുവാൻ, ഇത് ആരംഭിക്കാൻ, ഇതിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഇന്ന് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അത്ഭുതത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് ഹൃദയങ്ങളിൽ മനസ്സുകളിൽ മാറട്ടെ. അങ്ങനെ ഇത് ജീവൻ്റെ ഒരു അഭിഷേകമായിട്ട് ഓരോ നിമിഷങ്ങളും മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഒരു വിശേഷ പ്രതിഷ്ഠയായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുകയാണ്. വചനത്തിൻ്റെ മഹാശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. ശക്തമായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി സകല വിശുദ്ധരെ, സ്വർഗീയ മാലാഖമാരെ, നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ വലിയ ചങ്ങലയുടെ ശക്തി ഇപ്പോൾ വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതി. കൃപയുടെ നീർച്ചാലുകളിൽ അടുത്ത ആഴ്ച കേൾക്കാൻ പോകുന്ന വചനവും എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നുള്ളത് കൊളോസോസ് ലേഖനം 3-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നതാണ്. ഒഴുകട്ടെ നമ്മുടെ എല്ലാ ജീവിതത്തിൽ കൃപയുടെ നീർച്ചാലുകൾ.